കഴിഞ്ഞ 2 പ്രാവശ്യം തോറ്റിട്ട് പോലും ഞാൻ ഈ മണ്ണിൽ നിന്ന് എവിടെയും പോയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ ആൾക്കാരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ ലക്ഷദ്വീപിലെ ജനതയ്ക്ക് വേണ്ട എല്ലാ രീതിക്കുള്ള സഹായവും സഹകരണവും പിന്തുണയും സംരക്ഷണവും എൻ്റെ ഭാഗത്തു നിന്നും എന്നും ഉണ്ടാകും ആത്മാർത്ഥമായിട്ട്. മറുപക്ഷം പറയുന്നത് എനിക്ക് നിലവിലുള്ള ഭരണകൂടമായിട്ട് പേടിയുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന സർക്കാരായിട്ട് പേടിയുണ്ട്. പേടിയുണ്ടാകേണ്ടത് തെറ്റ് ചെയ്ത ആൾക്കാർക്കാണ്, പേടിയുണ്ടാകേണ്ടത് മോഷ്ടിച്ച ആൾക്കാർക്കാണ്, പേടിയുണ്ടാകേണ്ടത് അഴിമതി ചെയ്തവരാണ്, പേടിയുണ്ടാകേണ്ടത് സർക്കാരിന്റെ സ്വത്തോ മറ്റുള്ള കാര്യങ്ങളോ കട്ടാലോ മോഷ്ടിച്ചാലോ, പേടിയുണ്ടാകേണ്ടത് ആരെയും കൊല്ലാൻ ശ്രമിച്ചവരാണ്, പേടിയുണ്ടാകേണ്ടത് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടത് പൈസ മാസത്തെ കാര്യമായി കൊടുക്കാതിരിക്കുന്നത്. അപ്പോഴാണ് പേടിക്കേണ്ടത്. ഒരു ആവശ്യമില്ലാത്ത ഒരു അഴിമതിക്കോ ഒരു കാര്യത്തിനോ പോകാത്ത നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മറുപക്ഷത്തിന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, മറുപക്ഷം ഇത് ഉന്നയിക്കുന്നതിന് മുമ്പ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലക്ഷദ്വീപിലെ MP എന്ന നിലയ്ക്ക് എൻ്റെ ആദ്യത്തെ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പേടിയുണ്ടോ ഇല്ല, എനിക്ക് പേടിയില്ല. അത് ശരിക്കും മനസ്സിലായി. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞതിന്, ഭരണകൂടത്തെ കുറിച്ച് പറഞ്ഞതിന്, കേന്ദ്ര സർക്കാരെ കുറിച്ച് പറഞ്ഞതിന് എന്നൊക്കെ ആരും പേടിയില്ല. കാരണം അങ്ങനത്തെ ബാപ്പയ്ക്ക് ജനിച്ച മോനുണ്ട്. ന്യൂവായിട്ട് ആരെയും ഇടക്കറാക്കും പോകലുമില്ല, നമ്മ ഇടക്കറാക്കും പന്നാനും വിടലുമില്ല. ഒരാളും പേടിച്ചില്ലെന്ന് പേടിപ്പാൻ തയ്യാറും ഇല്ലെന്നാണ്. അപ്പൊ അതുകൊണ്ട് മറുപക്ഷം അത് പറയുന്നത് മുന്നേ ആദ്യം അവ മനസ്സിലാക്കണം. ഇന്ന് ഈ ലക്ഷദ്വീപിൽ കണ്ട സകല പ്രശ്നങ്ങൾക്കുള്ള കാരണക്കാര് നമ്മളെ മുൻ MP-യും അവരുടെ പാർട്ടിക്കാരാണ്. എല്ലാ കാര്യത്തിനും ഒത്തുകൂടി അഡ്മിനിസ്ട്രേഷനെ കൂടി എന്നി വേണമെങ്കിൽ ചെയ്തോ, നിങ്ങൾക്ക് എങ്ങനെ കാര്യം ചെയ്ത് തന്നാ മതി എന്ന് ചൊല്ലിയത് കൊണ്ട് ഇന്ന് ഈ അവസ്ഥ ലക്ഷദ്വീപിനതായത്. ഇന്നിവര് പറയുന്നത് തിന്നകരയില് ബംഗാരത്തിൽ റിസോർട്ട് ഉണ്ടാക്കി അവിടുത്തെ ഭൂമിശാസ്ത്രവും അവിടുത്തെ മണ്ണിനെയും അവിടുത്തെ വെള്ളത്തിനെയും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കി. ഇത് നിന്ന കാലത്തിലില്ല വന്നത്, ഞങ്ങളുടെ കാലത്താ വന്നത്. ഈ ടെൻഡർ പാസ്സായത് അന്ന് മൗനം പാലിച്ച് ഏത് ലാടാണ്ട് അനങ്ങാണ്ട് നിന്ന് ഇല്ല. അന്ന് ഏത് ലാടാണ്ട് ഇന്ന് തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രതിഷേധവും ഒരിതും. അപ്പൊ ജനങ്ങളെ കണ്ണിലേക്ക് കുടിയിടാൻ ഇനി നോക്കരുത്. 10 കൊല്ലം നിങ്ങൾക്ക് അവസരം തന്നു ലക്ഷദ്വീപിലെ ജനങ്ങൾ. നിങ്ങൾ ഉണ്ടാക്കിയ